ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എല്ലാവരും കൂടെ കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം കേട്ടോ. ലേക്കുട്ടിനെയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയും ലോങ് പോകുന്നത്. ഇത്രയും ലോങ് ആദ്യമായിട്ടാണ് ലേക്കുട്ടിനെയും കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട്. അവളിങ്ങനെ സീൻ ഉണ്ടാക്കുമോ, വാശിയാവോ എന്നൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ട്. രാവിലെ നേരത്തെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫീഡൊക്കെ ചെയ്ത് അവളെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കഥയൊക്കെ പറഞ്ഞു തുടങ്ങി. എങ്ങോട്ടാ പോകണേന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ എറണാകുളത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. ഇങ്ങനെ മാരേജും ബെട്രോതലും അതുപോലെ എന്താ പറയുക ബാപ്റ്റിസും ഹോളി കമ്മ്യൂണിയനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ എറണാകുളം വരെ പോകുന്നത്. അപ്പോൾ എനിക്കും മമ്മിക്കൊക്കെ ഡ്രസ്സ് എടുക്കണം. അപ്പോൾ എറണാകുളം ഇഹയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ഇവർക്ക് ആലപ്പുഴയിലും കൂടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ എറണാകുളത്ത് ആദ്യമായിട്ടാണ് ഇപ്പം ഓപ്പൺ ആയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ എറണാകുളത്ത് എത്തിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. കാരണം രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകണല്ലോ, അപ്പോൾ ഒരു എനർജി ഒക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലേക്കുട്ടൻ വലിയ സീനൊന്നും കാറിൽ ഉണ്ടാക്കിയില്ല. അവൾ ഉറങ്ങി. പിന്നെ എണീറ്റപ്പോഴും അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഫീഡിങ് ബോട്ടിൽ വെള്ളമാക്കി കൊടുക്കാറുണ്ടല്ലോ, അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മമ്മി അതിൻ്റെ ചൂടൊക്കെ ടെസ്റ്റ് ചെയ്യണതാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വരേണ്ട വരെ നമ്മുടെ ലേക്കുട്ടൻ നല്ല പാവം കുട്ടിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയായിരുന്നു. ഫുഡ് ടേബിളിലെത്തിയോടുകൂടി ലേക്കുട്ടൻ്റെ സ്വഭാവം മാറി. ആ ഗോളിയും ബഹളമായി. കഴിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതായി. അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു ക്രാഡിലുണ്ടെങ്കിൽ കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രാഡിൽ കൊണ്ടുവന്ന് തന്നിട്ടും അതിൽ എടുക്കാനും അവൾ കൂട്ടാക്കണില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് നേരം എടുത്ത് നടക്കാം. അപ്പോഴേക്കും മമ്മി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ലേക്കുട്ടനെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നപ്പോൾ ആൾക്ക് ഉറക്കം വരുമ്പോഴാണ് അങ്ങനത്തെ വാശികളൊക്കെ. പക്ഷേ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവൾ ഉറങ്ങില്ല. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം വിശപ്പ് വന്നിട്ടുള്ള കരച്ചിലല്ല, അത് ഉറങ്ങാനുള്ള വാശിയാണ്. പക്ഷെ എൻ്റെ കയ്യിലിരുന്നാൽ ഉറങ്ങില്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മമ്മിയാണ് ഉറക്കുക, അവിടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് ഉറക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പാട്ട് പാടി ഉറക്കണം. പക്ഷെ ഞാനാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ ഉറങ്ങില്ല. അങ്ങനെ ഞാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ കളിക്കായിരിക്കും. പിന്നെ ഓളിയും ബഹളവും വാശിയാവും, ഉറങ്ങില്ല. അങ്ങനെയാണ്. അപ്പോൾ മമ്മി ഇതാ ഉറക്കി ക്രാഡിൽ ഇങ്ങനെ കെടുത്തിയപ്പോഴത്തേനും ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും മമ്മി അങ്ങനെ കെടുത്തി പാട്ടൊക്കെ പാടി അങ്ങനെ കെടുത്തി അവിടെ സെറ്റാക്കി. അപ്പോൾ ആ ടൈം കൊണ്ട് മമ്മി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അടുത്ത് നടക്കുന്ന ടൈമിൽ. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. കാരണം നമുക്കങ്ങനെ കുറേ നേരം ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള ടൈമൊന്നുമില്ല. ലേക്കുട്ടനുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് എണീക്കണം. അപ്പോൾ അതാ പപ്പയും ഞങ്ങളെല്ലാവരും ഇവരെ കഴിച്ച് കഴിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മമ്മി പെട്ടെന്ന് കഴിച്ചിട്ടാണ് ഉണ്ണീനെ എടുത്തത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടോ ലേക്കുട്ടൻ കുറച്ച് നേരം ക്രാഡിൽ കിടക്കുമ്പോഴേക്കും പിന്നെ വാശി പിടിച്ച് എണീറ്റപ്പോൾ മമ്മി ഇങ്ങനെ എടുത്തു. മമ്മീൻ്റെ അടുത്ത് പറയണം മര്യാദയ്ക്ക് കഴിക്കുകയെന്ന് പറയാം. കാരണം ഇപ്പോൾ ഇനി നമ്മൾ ഷോപ്പിങ്ങിന് നിന്നിട്ട് പിന്നെ വിശക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ടൈം കൊണ്ട് ഞാൻ എന്താ ഫുഡൊക്കെ വേഗം കഴിച്ച്. ലേക്കുട്ടനെ കൊണ്ട് എപ്പോൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവളുടെ എക്സ്ട്രാ ഒരു ഡ്രസ്സും അതുപോലെ കുറച്ച് ഡൈപ്പറും പിന്നെ എന്താ പറയുക അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയും കൂടെ എടുത്ത് വെക്കാറുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് എൻഗേജ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നാൾ ഒട്ടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ ലേക്കുട്ടനെ അങ്ങനെയാണ്, പിടിച്ചാൽ കിട്ടില്ല പിന്നെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പപ്പ ബില്ല് പേ ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഇരുന്നു. അപ്പോൾ ലേക്കുട്ടനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ബില്ല് പേ ചെയ്തിട്ട് പിന്നെ കാർ എടുത്ത് വരുമ്പോൾ ആ ടൈമിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഇവിടെ കുബാബ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് നമ്മൾ മന്തി കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡാണ്. അതുപോലെ അവരുടെ സർവീസും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എഗെയിൻ നമ്മുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിനി പോകുന്നത് നേരെ ഇഹയിലേക്കാണ് കേട്ടോ. അവിടെ പോയി അത്യാവശ്യം ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ലേക്കുട്ടൻ ഉറങ്ങുണ്ടായിരുന്ന ലേക്കുട്ടനൊക്കെ എണീറ്റു, കാഴ്ച കണ്ടു തുടങ്ങി. ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ആളൊന്ന് എണീറ്റ് വാശി പിടിച്ചപ്പോൾ കാറിലിരുന്നിട്ട് ഞാനൊരു പ്രാവശ്യം ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലേക്കുട്ടനെ ഞാൻ ഇതുവരെയും ഫീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം ഫീഡ് ചെയ്യാനായിട്ട് കേട്ടോ. സോ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇഹ ഡിസൈൻസ് ബൈ നൂഹ സജീവ്. ഇവർ ഒരു ദിവസം തന്നെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അഡിക്റ്റഡ് ആയിട്ടാണ് ഞാനും മമ്മിയൊക്കെ ഇങ്ങോട്ട് വന്നത്. ബട്ട് ദി തിങ് ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഇവരൊരു പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ മിനിറ്റ്സിലാണ് അത് സോൾഡ് ഔട്ടായി പോകുന്നത്.
അപ്പം തന്നെ ആലോചിച്ചാൽ മതി എങ്ങനെയാണ് ഇവരുടെ ഒരു എന്താ പറയുക റേഞ്ച് വരുന്നതെന്നുള്ളത്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. 999 റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഇഷ്ടം പോലെ കളക്ഷൻസ് ഇവർക്കുണ്ട്. ഇവരുടെ ഇതിൽ അവൈലബിൾ ആണ്. ഡെയിലി അപ്ഡേഷൻസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് പണി കിട്ടി. ഞാൻ ചോദിക്കുന്ന സംഭവങ്ങളെല്ലാം അവിടെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം ലേക്കോട്ടനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അവിടെ പറ്റില്ല. അപ്പം അത്യാവശ്യം എടുക്കലൊക്കെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് പകുതി എത്തിയപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. കാരണം ഇനി വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവും നമ്മൾ എന്തായാലും എത്തുമ്പോൾ. അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ചടങ്ങാണ്. അപ്പോൾ പോണ വഴിയിൽ എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നേരെ ഇവിടെ KFCയിൽ കയറി. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ലേക്കോട്ടനെ എവിടെ പോയാലും ലേക്കോട്ടനെ ഞങ്ങൾ ഇതുപോലെ ടേബിളിൽ എടുത്തു കേട്ടോ. എന്താ പറയുക, അവളുടെ ഒരു ക്ലോത്ത് ഉണ്ടാവും. അപ്പോൾ അതിട്ടിട്ട് ഈ എന്താ പറയുക അവളെ സ്വാഡിൽ ചെയ്യണ ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് വിരിച്ചിട്ടിട്ട് അവളെ കുറച്ച് നേരം കെടുത്തും. അപ്പോൾ അവളവിടെ കുറച്ച് നേരം കിടന്ന് കളിക്കും. പിന്നെ എപ്പോൾ ഫുഡ് വന്നാലും നമ്മുടെ ലേക്കുട്ടൻ ഒളിയും ബഹളമാണ്. കുറച്ച് നേരം അവൾ നോക്കിയിരിക്കും. ആൾക്കൊന്നും കൊടുക്കണില്ല എന്ന് കണ്ടാൽ പിന്നെ ആൾ തുടങ്ങും. പിന്നെ മിണ്ടാണ്ടിരിക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കൽ നടക്കില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആദ്യം കഴിച്ച് പിന്നെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ട്രാവലിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ചെറിയൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.